എജുപോർട്ട്. എല്ലാരും അടിപൊളിയായി ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പൊ ദേ ഇന്ന് നമ്മള് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഏതാണെന്നറിയാവോ? നമ്മള് 7ാം ക്ലാസ്സിൽ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. ഏതാണ് ഒരു കഥ? ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞിട്ട് ദേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കഥ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് മിസ് വളരെ ഷോർട്ടാക്കി എളുപ്പത്തിൽ മനസ്സിലാക്കി തരാം. റെഡി ആണോ നിങ്ങള്? ഓൾറെഡി ആ ചാപ്റ്റർ മിസ് ലൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈവ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ദേ വെറും 10 മിനിറ്റിൽ ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ മിസ് നിങ്ങൾക്ക് അടിപൊളിയാക്കി സെറ്റാക്കി മനസ്സിലാക്കി തരാം. റെഡി അല്ലേ? ഏതായിരുന്നു നമ്മുടെ ക്യാരക്ടേഴ്സ്, കഥാപാത്ര അല്ലെ? കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? ഗുട്ടുവും ഗുഡ്ലിയും. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഗുട്ടുവും ഗുഡ്ലിയും. ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? മഴയ്ക്ക് ശേഷം അല്ലെ? മഴയ്ക്ക് ശേഷം സംഭവിച്ച കുറെ കാര്യങ്ങളാണ്. യെസ്, നോക്കിയോ, മിസ് പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചോ. അതിനു മുൻപ് ആരാണ് ആ ചാപ്റ്റർ എഴുതിയത്? കനക് ശശി. ഓക്കെ, കനക് ശശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് എഴുതിയിരിക്കുന്നത്. റെഡി ആണല്ലോ? കനക ശശി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എഴുതിയത്. ഇനി നിങ്ങൾ ചാപ്റ്റർ നോക്കിയോ, മിസ് പറഞ്ഞു തരാം. റെഡി അല്ലേ? യെസ്, എല്ലാരും ശ്രദ്ധിച്ചോ. എന്തായിരുന്നു? ബാരിഷ് കെ ബാദ് സബ് കുച്ച് ധുല ധുല ഓർ നയാ നയാ സാ ലഗ് രഹാ ഥാ. എന്താ പറഞ്ഞിരിക്കുന്നേ? മഴയ്ക്ക് ശേഷം എല്ലാം കഴുകിയതുപോലെ പുതിയതായിട്ട് കാണപ്പെട്ടു അല്ലേ? മഴ പെയ്തു കഴിഞ്ഞാൽ സാധനങ്ങളും എല്ലാം, മരങ്ങളും എല്ലാം, വീടുകളൊക്കെ ഇങ്ങനെ വെള്ളം വീണ് വൃത്തിയാവൂലേ? അതാ പറഞ്ഞത്, എല്ലാം വളരെ വൃത്തിയായിട്ട് കഴുകിയതുപോലെ കാണപ്പെട്ടു. അമൽ താസ് കെ ഫൂൽ ഖിലി മിട്ടി കെ കാരൺ ഓർ ബി ചംകിലെ ദിഖ് രഹേ ദേ. എന്താ പറഞ്ഞിരിക്കുന്നേടാ? നനഞ്ഞ മണ്ണില് അമൽതാസിന്റെ പൂക്കൾ വീണ് കിടന്നപ്പം വളരെ മനോഹരമായിരിക്കുന്നു, നല്ല തിളങ്ങുന്ന മഞ്ഞ കളറായിട്ട് കാണപ്പെടുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അമൽതാസ് എന്തായിരുന്നു? കണിക്കൊന്ന അല്ലെ? കണിക്കൊന്ന പൂവാണ് കേട്ടോ. റെഡി. അടുത്തത് ഘാസ് കി നോക്കോ പർ ടെഹരി പാനി കി ബൂന്തേം ഫിസൽനെ കോ ദി. മഴ പെയ്തിട്ട് മഴത്തുള്ളികളൊക്കെ നമ്മുടെ ഇലകളുടെയും ചെടികളുടെയും ഒക്കെ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ തുള്ളി വികാനായിട്ട് നിക്കില്ലേ, അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കോം. നോക്കോം എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റത്തിൽ, അറ്റം എന്നാണ്. റെഡി. बारिश का अलग दौर शुरू होने से पहले ചിടിയോം ने अपने जरूरी काम निपटा लिया दे. എന്താ പറഞ്ഞിരിക്കുന്നേ? അടുത്ത മഴ വരുന്നതിന് മുൻപ് ചിടിയോം. ചിടിയോം എന്ന് പറഞ്ഞാൽ ആരാണ്? എന്താണ്? പക്ഷികളാണ്. പക്ഷികളൊക്കെ എന്താ ചെയ്യുന്നത്? ജറൂരി കാം നിപ്പട്ടാ ലിയാ ദേ. പെട്ടെന്ന് തന്നെ അവരുടെ ജോലികളൊക്കെ തീർക്കുന്നു എന്ന് പറഞ്ഞാല് ജോലിയാണ്. അടുത്തേ നോക്കിയോ. ഹവാ മേം അഡ്കി പാനി കി ഭീനി ഭീനി ഖുശ്ബു ഫൈലി ഹുയി ദി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നേ? വെള്ളത്തിന്റെ ഒരു നേരിയ ഗന്ധം ആ വായുവിലൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു, പടരുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഖുശ്ബു. ഖുശ്ബു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മെല്ലാണ്. റെഡി. ബാരിഷ് കി കുച്ച് ബൂന്തേം ഗുഡ്ലി കെ ചെഹരേം പർ ഗിർ രഹി ദി. യെസ്, മഴേന്റെ കുറച്ച് തുള്ളികള് ഗുഡ്ലിന്റെ ചെഹരേം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖമാണ്, ഫേസിൽ വീണു. അടുത്തതോ. ഗുഡ്ലി അപ്നെ ദോസ്ത് ഗുട്ടു കെ സാത്ത് കിസി ജറൂരി കാം മേ ലഗി ഹുയി ദി. ഗുട്ടു തന്റെ സുഹൃത്തായിട്ടുള്ള ഗുഡ്ലി തന്റെ സുഹൃത്തായിട്ടുള്ള ഗുട്ടുവിന്റെ കൂടെ എന്തോ ഒരു തിരക്ക് പിടിച്ച ജോലി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ദോനോം ഏക് ബർസാത്തി നാലേ മേം ഗഡേ ദേ. രണ്ടുപേരും കൂടെ എവിടെയായിരുന്നു? ഒരു 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 മഴവെള്ളച്ചാലിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു തോടിൽ, ഒരു അരുവി കേട്ടോ. മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ബർസാത്തി നാലേം അരുവി. ബർസാത്തി എന്ന് പറഞ്ഞാൽ എന്താ? മഴയാണ്. മഴ പെയ്തിട്ടുള്ള ഒരു അരുവിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഗുട്ടുവും ഗുട്ലിയും. നാലേക്കാ പാനി ഉൻകെ ഗുഡ്നോം തക് പഹുഞ്ച് രഹാ ഥാ. എന്താണ്? ആ വെള്ളം എത്ര ഉണ്ടായിരുന്നു? അവരുടെ കാൽമുട്ടിന്റെ അത്രയും ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് കേട്ടോ. ഗുഡ്നോം എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ട്, കാൽമുട്ട്. ഓക്കെ, റെഡി. പിന്നെയോ അടുത്ത നോക്കിയേ. ദോനോം പത്തേക്ക് നാവ് തൈറാനേക്ക് കോഷിഷ് കർ രഹേ ദേ. എന്താ പറഞ്ഞിരിക്കുന്നേ? രണ്ടുപേരും പത്തേക്ക് നാവ് ഇല കൊണ്ടുണ്ടാക്കിയ തോണി തൈർനേക്ക് കോഷിഷ് കർ രഹേ ദേ. തുഴയാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഗുട്ടുവും ഗുട്ലിയും കൂടെ കേട്ടോ. പിന്നെയോ നാവ് മേ മുൻഹേ കുച്ച് ജബർജസ്തി കി സവാരിയാം ബൈഠായി ദി. എന്താ സംഭവിച്ചേ? ആ തോണിയില് അവരെന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ആൾക്കാരെ നിർബന്ധിച്ച് പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. ജബർദസ്തി എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധിച്ച്. ഓക്കെ, നിർബന്ധിച്ച് ആ തോണിയിൽ അവര് രണ്ടുപേരും ആരൊക്കെയോ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ആരൊക്കെയാണത്? മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏക്ക് ചീണ്ടി. ചീണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉറുമ്പ്. അടുത്തത് ആരാണ്?
കോസം കെ പേട് പർ രഹ്നെ വാല ഏക് ലാൽ കാല കീട്. കോസം കെ പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസം മരമാണ്, ഒരു മരമാണ് കേട്ടോ. കോസം കെ പേട്, ആ മരത്തിന്റെ മേലെ താമസിക്കുന്ന ഏക് ലാൽ കാല കീട്, ഒരു ചുവപ്പും കറുപ്പും കളറുള്ള ഏതോ ഒരു ജീവി. കീട എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിയാണ്. അടുത്തത് ആരുണ്ടായിരുന്നേ ആ തോണിയില്? ഓർ ഏക് കേഞ്ചുവ, ഒരു കേഞ്ചുവ. കേഞ്ചു എന്താടാ? മണ്ണിരയാണ് കേട്ടോ, ഒരു മണ്ണിരയും ഉണ്ടായിരുന്നു. റെഡി അല്ലേ? ഗുട്ടുവും ഗുട്ട്ലിയാണ്, മഴ പെയ്യുന്ന ഒരു സമയമാണ്. അവര് ഏതോ ഒരു വെള്ളത്തിൽ ഇങ്ങനെ നിന്നിട്ട് തോണി ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട്? പത്തേ കീ നാവ്, ഇല കൊണ്ടുള്ള തോണി. ആ തോണിയിൽ ദേ ഇവര് 3 പേരും ഉണ്ട്, നിർബന്ധിച്ച് പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. റെഡിയാണ്? അടുത്തേ നോക്കിയോ. നാവ് പർ 3 സവാരിയാ പെഹലെ സെ ബൈഠ് ചുക്കി തി. എന്താ പറഞ്ഞിരിക്കുന്നേ? ആ 3 യാത്രക്കാരും ബോട്ടിൽ കയറി ഇരുന്നിട്ടുണ്ട്. നാവ് പർ എന്ന് പറഞ്ഞാൽ എന്താണ്? തോണിയിൽ. തോണിയിൽ ആരുണ്ട്? 3 സവാരിയാ, 3 യാത്രക്കാര് പെഹലെ, ആദ്യം തന്നെ ഇരുന്നിട്ടുണ്ട്. പിന്നെയോ സോറി തബി ഗുട്ടു കോ ഏക് ചോട്ടെ മേട്ടക് ദിക്കായി ദിയ. അപ്പോഴാണ് ഗുട്ടു എന്തിനെ കണ്ടത്? ചോട്ടെ മേട്ടക്, തവള. ആരാ കണ്ടത്? ഗുട്ടു ആണ്. ഗുട്ടു ഒരു തവളേനെ കണ്ടു. എന്നിട്ടോ ദോനോനെ തൈക്കിയ, രണ്ടുപേരും തീരുമാനിച്ചു. തൈക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനിച്ചു. എന്താ രണ്ടുപേരുടെ തീരുമാനിച്ചത്? ഉസേ ബി നാവ് പർ ബൈഠ്നാ ഹേ, അതിനെയും കൂടെ തോണിയിൽ പിടിച്ചിരുത്തണം എന്ന് അവര് തീരുമാനിച്ചു. ഗുട്ടും ഗുട്ട്ലിയും കേട്ടോ തവളേനെ. ലേക്കിൻ മേട്ടക് കോ പക്കഡ്ന ആസാൻ നഹീ താ. പക്ഷേ തവളേനെ പിടിക്കാൻ എളുപ്പമല്ലായിരുന്നു. തവളേനെ പിടിക്കാൻ പറ്റുമോ? തവള അങ്ങനെ നമ്മൾ പിടിക്കാൻ വരുമ്പോ ചാടി ചാടി പോവൂലേ? അപ്പം തവളേനെ പിടിക്കൽ എന്തല്ലായിരുന്നു? ആസാൻ നഹി, എളുപ്പമല്ലായിരുന്നു. പിന്നെയോ എന്നിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നേ? ഗുട്ടു ബാർ ബാർ കോശിഷ് കർത്താ ലേക്കിൻ മേട്ടക് ഹർ ബാർ ഖൂദ് കർ ഭാഗ് ജാത്താ. അയ്യോ, എന്താ സംഭവിച്ചേ? ഗുട്ടു ബാർ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും വീണ്ടും കോശിഷ് കർത്താ, കോശിഷ് എന്ന് പറഞ്ഞാൽ ശ്രമിച്ചുകൊണ്ടേയിരുന്നു തവളേനെ പിടിക്കാൻ. പക്ഷേ ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്താ സംഭവിച്ചേ? മേട്ടക് ഹർ ബാർ ഖൂദ് കർ ഭാഗ് ജാത്താ. മേട്ടക്ക് തവള എന്താണ്? ഓരോ തവണയും ഇങ്ങനെ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചാടി പോവാണ് കേട്ടോ, ചാടിപ്പോയി. പിന്നീടോ ഗുട്ടുനെ ഗുട്ട്ലി സേ കഹ. അപ്പം ഗുട്ടു ഗുട്ട്ലിയുടെ അടുത്ത് പറഞ്ഞു. പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദേഖ് മേം ജൈസേ ഹി സേ നാവ് മേ രഘും തു നാവ് ചോട് ദേന. എന്താ പറഞ്ഞിരിക്കുന്നേ? ദേ നോക്ക്, ഞാൻ ഇതിനെ പിടിച്ചിട്ട് ഈ ബോട്ടിൽ ഇരുത്തും, അപ്പൊ നീ എന്ത് ചെയ്യണം? ഉടനെ തന്നെ ഈ തോണി അങ്ങ് ഒഴുക്കി കളയണം എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. ആര്? ഗുട്ടു ഗുട്ട്ലിയുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ടോ ഗുട്ട്ലിനെ ഹാ മീം ഭർത്തെ ഹുയേ സിർ ഹിലായ. അപ്പൊ ഗുട്ട്ലി ഇങ്ങനെ മനസ്സിലായി എന്ന രീതിയിൽ തല ഇളക്കി. സിർ ലഗായ, സിർ എന്ന് പറഞ്ഞാൽ എന്താ? തല ഇളക്കി. ഓക്കെ, നമ്മള് ഓക്കെ റെഡി, മനസ്സിലായി എന്ന് പറയൂലേ? അതേപോലെ ഗുട്ട്ലി തല ഇളക്കി. എന്നിട്ടോ ഗുട്ടുനെ ഖിൻതി ശുരു കി. 1 2 3. ഗുട്ടു എണ്ണാൻ വേണ്ടിയിട്ട് തുടങ്ങി. എങ്ങനെ? 1 2 3, 1 2 3 എന്ന് എണ്ണാൻ തുടങ്ങിയേ. എന്നിട്ടോ നാവ് ചോട്ടി ദി. നാവ് ചലാനെ മേം ഗുട്ടു ഓർ ഗുട്ട്ലി കോ ബഹുത് മസ ആയ. അപ്പൊ എന്താണ്? എന്താണ്? നാവ് ചോട്ടി ദി, തോണി എന്തായിരുന്നു? ചെറുതായിരുന്നു തോണി. എന്നിട്ടോ നാവ് ചലാനെ മേ ഗുട്ടു ഓർ ഗുട്ട്ലി കോ ബഹുത് മസ ആയ. എന്താണെടാ? അവരെ ആസ്വദിച്ചു. ഗുട്ട്ലും ഗുട്ട്ലിയും ആ തോണി ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ആസ്വദിച്ചു. ആസ്വദിച്ചു, അടിപൊളിയായിട്ട് അവർക്ക് തോന്നി. എന്നിട്ടോ നാവ് പാനി മേം ഛലങ് ലഗാക്കർ ഇധർ ഉധർ ഹിൽനെ ലഗി ഓർ പലട്ട് ഗയി. നാവ്, തോണി വെള്ളത്തില്, പാനിമേം വെള്ളത്തിൽ എന്തായിട്ടുണ്ടടാ തോണി? ഝലങ് ലഗാക്കർ ഇധർ ഉധർ ഹിൽനെ ലഗി. എന്താ പറഞ്ഞിരിക്കുന്നേ? വെള്ളത്തിൽ ഇങ്ങനെ ചലങ് ലഗാക്കർ, ഇളകി മറിഞ്ഞ് ചരിഞ്ഞ് തിരിഞ്ഞിട്ട് തോണി ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ഇധർ ഉധർ, ഇവിടെയും അവിടെയും. ഇധർ എന്ന് പറഞ്ഞാൽ ഇവിടെ, ഉധർ എന്ന് പറഞ്ഞാൽ അവിടെ, ഇവിടെയും അവിടെയൊക്കെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് ചാടി ഒലഞ്ഞിട്ടാണ് തോണി പോകുന്നത്. എന്നിട്ടോ ദോനോ ബച്ചേ സാംസ് ദാമേ നാവ് കോ ദേഖ് രഹേ ദേ സമജ് നഹീ പാ രഹേ ദേ ക്യാ ഹോഗാ. അപ്പൊ തോണി എന്തായിട്ടുണ്ട്? പലട്ട് ഗയി എന്ന് പറഞ്ഞാൽ എന്താണ്? മറിഞ്ഞു വീണു അല്ലെ? വളഞ്ഞു തിരിഞ്ഞു പോയി. ഇപ്പം തോണി മറിഞ്ഞു വീണു. പക്ഷേ ദോനോം ബച്ചേ, 2 കുട്ടികൾക്കും സാംസ് ദാമേ നാവ് കോ ദേക്കാ. സാംസ് ദാവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വാസം അടക്കി
ഇറുക്കി പിടിച്ച് അല്ലെ അവർക്ക് ടെൻഷൻ ആയിപ്പോയി തോണി മറിഞ്ഞപ്പം. അപ്പം ഗുഡ്ഡുവും ഗുഡ്ലിയുടെ ശ്വാസം അടക്കി മിണ്ടാതെ ഇങ്ങനെ നിന്നിട്ട് നോക്കുകയാണ്. സമജ് നഹി പാ രഹേ ദേ ക്യാ ഹോഗാ. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു എന്താണ് സംഭവിക്കുക. സമജ് നഹി എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലായില്ല. അവർക്ക് മനസ്സിലായില്ല എന്താ ഇനി സംഭവിക്കുക എന്ന്. എന്താ സംഭവിക്കുക? മിസ്സിന്റെ മക്കൾ എല്ലാരും നോക്കിയോ എന്താണ്? നൗ തേസ് വഹാബ് മേ ബഹ്കർ ആകെ നികൽ ഗയി. തോണി സ്പീഡിൽ ഒഴുകുകയാണ് അല്ലെ, സ്പീഡിൽ മറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകി പോവാണ്. നാവ് കെ നീച്ചെ ഏക്ക് കീടേ കാ കാലാ മുഹ് ദിക്കായ. നാവ് കെ നീച്ചെ തോണിന്റെ താഴെ എന്ത് കണ്ടിട്ടുണ്ട്? ഏക്ക് കീടേം ഒരു ജീവിയുടെ കാൽ മുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? കറുത്ത മുഖം. മുഖം എന്ന് പറഞ്ഞാൽ മുഖമാണ്. കറുത്ത മുഖം കണ്ടു തോണിന്റെ താഴെ. ഗുഡ്ലിനെ ആഹിസ്തേ സേ പത്തേ പർ സേ കീടാ ചോട് ദിയ. ഗുഡ്ലി എന്ത് ചെയ്തിട്ടുണ്ടടാ? ഇലേന്ന് പതുക്കെ പ്രാണീനെ എടുത്തു എന്നാ പറഞ്ഞത് കേട്ടോ. ആ മറിഞ്ഞു വീണ ഇല തോണിന്ന് പതുക്കെ ആ പ്രാണീനെ എടുത്തു. ഗുഡ്ലിനെ കഹ. അപ്പൊ ഗുഡ്ലി പറഞ്ഞു, ദേഖ് ഗുട്ടു, ഗുട്ടു നോക്ക്, കിത്തനി സുന്ദർ മുലായം ലാൽ രംഗ് കി കീട് ഹേ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെ, എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുന്ദർ. മുലായം എന്ന് പറഞ്ഞാൽ എന്താണ്? മിനുസമുള്ള അല്ലെ, മിനുസമുള്ള. ലാൽ രംഗ് റെഡ് കളറുള്ള ഒരു ജീവിയാണ്. നോക്ക് ഗുട്ടു എന്ന് പറഞ്ഞു കേട്ടോ. ഗോകുൽ ഖയ ബാരിഷ് കെ അലാവ ഓർ കിസി മൗസം മേ ദിക്കായ നഹി ദേത്തി. അപ്പൊ അതിന്റെ പേരെന്താണ്? ഗോകുൽ ഖയ്യ. ഗോകുൽ ഖയ്യ എപ്പോഴാ കാണുന്നത്? ബാരിഷ് കെ അലാവ. ബാരിഷ് മഴ ഇല്ലാത്ത സമയത്ത് അതിനെ കാണില്ല. ആ സ്മൂത്ത് ആയിട്ടുള്ള റെഡ് കളർ ജീവി കേട്ടോ. പിന്നെ ഗുഡ്ലി और गुड्डू गोकुल गया की एक मानसिक की टिब्बी में ഇക്കട്ടാ കർക്കെ സ്കൂൾ മേ ദോസ്തോം കോ ദിക്കായേ ദേ. അപ്പൊ ആ ഗുട്ടും ഗുഡ്ലി എന്ത് ചെയ്യാറുണ്ട്? ആ നമ്മുടെ ഈ പ്രാണീനെ, ഏതാണ് ഗോകുൽ ഗയ്യനെ, ഒരു കുഞ്ഞു ഡിപ്പയിലാക്കിയിട്ട് പാത്രത്തിലാക്കിയിട്ട് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവാറുണ്ടായിരുന്നു. യഹ് സബ് സോച്തേ ഹുയേ ഗുഡ്ലി ജഡ് സേ ഭാഗി. എന്താ സംഭവിച്ചേ? അവര് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഗുട്ടു ചാന്ദിനി തലേ ഗഡാദ. ഗുട്ടു എവിടെ എത്തിയിട്ടുണ്ട്? ചാന്ദിനി തലേ മരമാണ്. ചാന്ദിനി തലേം ഗഡാഹേ നിൽക്കുകയാണ്. ഗുട്ടു എന്നിട്ട് നിൽക്കുന്നു എവിടെ? ഒരു മരത്തിന്റെ ചോട്ടില്. എന്നിട്ടോ ഗുഡ്ലി ചാന്ദിനിക്ക് തലേ ജാക്കർ ഗോകുൽ ഗയാക്കോ ടൂണ്ണേ ലഗി. എന്ത് ചെയ്തു? നമ്മുടെ ഗുഡ്ലി ആ ഗോകുൽ ഗയ, ആ കുഞ്ഞു ജീവിനെ എടുത്തിട്ട് ആ മരത്തിന്റെ മേലെ കൊണ്ടുവച്ചു. ഗോകുൽ ഗയാക്കെ ടൂണ്ണേ ലഗി എന്ന് പറഞ്ഞാല് കൊണ്ടുവച്ചു. ഓക്കെ, ആ തോണിന്ന് കിട്ടിയിട്ടുള്ള ജീവിനെ മരത്തിന്റെ മേലെ കൊണ്ടുവച്ചു. എന്നിട്ടോ തബി ഗുട്ടുനെ ചാന്ദിനിക്ക് പേട് കോ ജോർ സേ ഹിലാ ദിയാ. ഗുട്ടു അപ്പം ആ മരത്തിന്റെ ചോട്ടിലല്ലേ നിക്കുന്നേ, മരത്തിന് എന്ത് ചെയ്തു? ഇളക്കി. അതായത് ജോർ സേ സ്പീഡ്. ഓക്കെ, സ്പീഡില് ആ മരത്തിനെ ഇളക്കി. അപ്പോഴോ पेड़ की पत्तियों और फूलों पर टकरा हुआ सारा पानी गुडली के ऊपर गिर गया. മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഗുഡ്ലിന്റെ മേലേക്ക് ആ മരത്തിന്റെ മേലുള്ള എല്ലാ വെള്ളവും പൂക്കളും ഇലകളൊക്കെ വീണു അല്ലെ. മരത്തിന്റെ ചോട്ടിൽ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറില്ലേ? ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ മരം കുലുക്കിയിട്ട് വെള്ളം മേലാക്കാറില്ലേ? അങ്ങനെ ചെയ്തു കേട്ടോ ഗുഡ്ലി. ഹോ ഗയി. അവർ രണ്ടുപേരും എന്താക്കിയിട്ടുണ്ട്? അവള് നനഞ്ഞു അല്ലെ. തർബദർ എന്ന് പറഞ്ഞാൽ അവൾ അടിമുടി ഇങ്ങനെ നനഞ്ഞു പോയി. എന്നിട്ടോ ഗുട്ടു ഭാഗ്താ ജാ രഹാ താ ഓർ ഹംസ്താ ജാ രഹാ താ. ഗുട്ടു എന്ത് ചെയ്തു? ഹംസ്ത ചിരിച്ചു കളിയാക്കി കേട്ടോ ഗുഡ്ലിനെ. എന്നിട്ടോ ഗുഡ്ലി ജോർ സേ ചില്ലാക്കർ ഉസ്കാ പീച്ചാ കർ രഹി थी. അവൾ എന്ത് ചെയ്തു? ജോർ സേ ബഹളം വെച്ചിട്ട് അവനെ എന്താണ് വഴക്ക് പറയണ്ടേ, അവനൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് അവള് ബഹളം വെച്ചിട്ട് ഓടി. എവിടെ? അവന്റെ പിറകെ. പീച്ചേ എന്ന് പറഞ്ഞാല് പിറകെ ഓടി കേട്ടോ. എന്നിട്ടോ इसी भाग दौड़ में गुड्डू फिसला और जाकर कींचड़ में धम से गिर गया. അപ്പൊ ഓടിയ സമയത്ത് എന്തായിട്ടുണ്ടടാ? ഗുട്ടു കാല് വഴുതിയിട്ട് ഓക്കെ ഫിസല കാൽ വഴുതി ഗുട്ടു എന്താണ്? ചെളിയിൽ വീണു. അയ്യോ അല്ലേ, ഗുട്ടു ചെളിയിൽ വീണു പോയി. എന്നിട്ടോ अब कीचड़ में സരാബ് और ഗുഡ്ഡു ബി ഹംസ് രഹാ താ और ഗുഡ്ലി ബി. അപ്പൊ എന്താണ്? ഈ ചെളിയിൽ വീണ് നിറഞ്ഞിട്ടുള്ള, കീച്ചട് എന്ന് പറഞ്ഞാൽ ചളിയാണ്, ചെളിയിൽ വീണ് നിറഞ്ഞിട്ടുള്ള ഗുട്ടുവിനെ കണ്ടപ്പോ എന്താണ്? ഗുഡ്ലി ചിരിച്ചു. ഗുഡ്ലി ചിരിക്കുന്നത് കണ്ടപ്പോ ഗുട്ടുവും കൂടെ ചിരിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റോറി അല്ലെ. ബാരിഷ് കെ ബാദ് എന്ന് പറഞ്ഞ സ്റ്റോറി ഇതേ മിസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്.